കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗൗതമിന്റെ അളകനന്ദയുടെയൊക്കെ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന ചെമ്പമ്മയുടെ പോയിട്ട് വന്നതിന് ശേഷം നന്ദ ആകാപ്പാടെ അസ്വസ്ഥയായിരുന്നു. നന്ദയുടെ ഉള്ളിലാണെങ്കിൽ ഗാഥ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമായിരുന്നു. കാരണം ഗാഥയെക്കുറിച്ചുള്ള സത്യങ്ങളൊക്കെ അറിയണം. ബാലാജിനെ അവളെ ഉപദ്രവിക്കുവോ അങ്ങനെ ഒരു ചിന്തയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അടുത്ത ദിവസം ഇനി ഇപ്പം കോടതിയിൽ പോണ്ട, സാക്ഷി പറയാൻ പോണ്ട. ആ സമയത്ത് അവളുടെ നേരെ വല്ല ആക്രമണം ഉണ്ടാകുമോ, അതിനു മുമ്പ് ബാലാജി വന്ന് അവളെയൊക്കെ എന്തെങ്കിലും ചെയ്യുമോ, അങ്ങനെയൊക്കെ ഓർത്തുകൊണ്ട് മുറിയിലേക്ക് നന്ദ ഇങ്ങനെ ഓരോന്നും ചിന്തിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷെ അവളെ എങ്ങനെ തനിക്ക് രക്ഷിക്കാൻ പറ്റും? ഇതൊക്കെ ഗൗതം സാറിനോട് തുറന്നു പറഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ ഗൗതം സാറിന് ഗാഥേനെ രക്ഷിക്കാൻ പറ്റുവാണെങ്കിൽ അത് നല്ല കാര്യമല്ലേ? ഒരു പെൺകുട്ടിയുടെ ജീവിതമല്ലേ രക്ഷപ്പെടാൻ പോകുന്നേ. അതൊക്കെ ഓർത്ത് നന്ദ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ഈ സമയത്ത് താഴെയാണ് ഹാളില് കൊടുമ്പിരി കൊണ്ട ചർച്ച നടന്നുകൊണ്ടിരിക്കുക. പിങ്കിയും മോഹിനിയും അവരെല്ലാരും കൂടെ കൂടിയിട്ട് ഈ സമയത്താണ് പുറത്തൊരു കാറ് വന്ന് നിൽക്കുന്നത് കേട്ടത്. കാറ് വന്ന് നിൽക്കുമ്പോൾ കാറിനുള്ളിൽ നിന്ന് ഇറങ്ങിയത് ഗൗതമാണ്. കാറിനുള്ളിൽ നിന്ന് വന്നത്. അവ ഗൗതത്തിനെ കണ്ടപടി പിങ്കി അകത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, അതെ ഗൗതം അച്ഛാ വന്നേന്ന് പറയണം. മഹേശ്വരൻ ആ ഗൗതമാണോ, അവൻ ഇത്ര പെട്ടെന്ന് വന്നു എന്ന് ചോദിക്കുകയാണ്. ഗൗതത്തിനെ കണ്ട ഉടനെ പിങ്കി അങ്ങോട്ട് ഇറങ്ങി ചെല്ലുവാണ്. പിങ്കി ഇറങ്ങിച്ചപ്പോൾ ഗൗതം എന്തുണ്ട് പിങ്കി വിശേഷങ്ങളൊക്കെ, 2-3 ദിവസം ഇവിടെ എങ്ങനെ ഉണ്ടായിരുന്നു ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പിങ്കി പറഞ്ഞു, പിന്നെ ഇവിടെ നല്ല നല്ല വിശേഷങ്ങളൊക്കെ അല്ലേ നടന്നുകൊണ്ടിരുന്നതെന്ന് പറയാണ്. അല്ലെന്താ പിങ്കി നീ അങ്ങനെ പറഞ്ഞേ, എന്തോ ഒരു കൊള്ളിച്ച് പറയുന്ന പോലെ. ഒന്നുമില്ല, ഞങ്ങളെല്ലാരും കൂടെ ഒരു ട്രിപ്പ് പോയേക്കുമായിരുന്നു ചെമ്പമ്മേടിന്. അവിടെ പോയതുകൊണ്ട് ഗൗതമിന്റെ ഭാര്യയുടെ തനി സ്വരൂപം പുറത്തു വന്ന് പറയണം. അതെന്താ പിങ്കി നീ അങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കുകയാണ്. അല്ല അത് കൂടുതൽ എങ്ങനെയാ പറയാതിരിക്കുന്നേ, പറയാതിരിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ അവിടെ നടന്നേന്ന് പറയണം. അതെന്താ പറയാതിരിക്കാൻ പറ്റാത്ത ഇത്ര വലിയ കാര്യങ്ങളൊക്കെ അവിടെ നടന്നത്? അവിടെ ചെന്നിട്ട് നിങ്ങളുടെ ഭാര്യ ഉണ്ടല്ലോ നന്ദ ആ മിഥുനോടൊപ്പം അവിടെ ചുറ്റി അടിക്കുമായിരുന്നു. അവൾക്ക് ഇവിടെ ചുറ്റി അടിച്ച് പോരാഞ്ഞിട്ട് അവിടെ ചെന്നിട്ട് എൻ്റെ ബൈക്കിന്റെ പുറയിലായിരുന്നു. ഇനിയിപ്പം ഞാൻ പറഞ്ഞ കള്ളത്തരമാണ്, ചോദിച്ചു നോക്ക്. ലക്ഷ്മിയമ്മയുണ്ട്, ചെറിയമ്മയുണ്ട്, എല്ലാവരും ഉണ്ട്. അവരോട് ചോദിച്ചു നോക്ക് ഞാൻ പറഞ്ഞ കള്ളത്തരമാണോന്ന്. ലക്ഷ്മിയമ്മ വരെ കണ്ടതാ. അവള് കള്ളത്തരം പറഞ്ഞ് മുറിയിൽ കയറി ഇരുന്നിട്ട് അവള് കാണിച്ച പരിപാടിയാന്ന് പറയാണിത്. ഗൗതത്തിന് മനസ്സിലായി ഇതിൽ എന്തൊക്കെയോ ഒരു ട്വിസ്റ്റുകളുണ്ടെന്നുള്ള. പിങ്കി അല്ലേ പറയുന്നത്. പിങ്കി എരിവും പുളിയും ചേർത്ത് പറയുകയും ചെയ്യുന്നു. ഒരുപക്ഷെ നന്ദ പോയിട്ടുണ്ടാവും, പക്ഷെ വേറെന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും. പക്ഷെ അതൊക്കെ ഒന്ന് വളച്ചൊടിച്ച് ഒന്ന് തൻ്റെ മനസ്സിനെ ഒന്ന് എങ്ങനെയാലും ഒന്ന് നന്ദയുമായിട്ടും തെറ്റിപ്പിക്കണം. താനും നന്ദ ഒരുമിച്ച് പോവരുത്. അതിനു വേണ്ടി പിങ്കിയുടെ തന്ത്രമാണെന്ന് ഗൗതത്തിന് മനസ്സിലായി. പെട്ടെന്ന് ഗൗതം പറഞ്ഞു, അല്ല പിങ്കി നിന്റെ കൂട്ടുകാരി ഉണ്ടല്ലോ ആ സാന്ദ്ര, അവള് ജാമ്യത്തിൽ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നത് കേട്ടെന്ന് പറയണേ. പിങ്കിയിലൊരു ഞെട്ടലുണ്ടേ. അല്ല സാന്ദ്രയുടെ കാര്യം പറയുമ്പോൾ എന്താ പിങ്കി ഞെട്ടുന്നേ? സാന്ദ്രയിൽ വലിയ കൂട്ടലായിരുന്നോ പിങ്കി? ആ കൂട്ടുകെട്ടുകൾ അങ്ങനെ വേണ്ട കേട്ടോ. നന്ദയും മിഥുനും തമ്മിലുള്ള ഡാൻസ് കോമ്പറ്റീഷൻ നടക്കാതിരിക്കാൻ വേണ്ടിട്ടേ സാന്ദ്രയാ പണി ഒപ്പിച്ചത്. അങ്ങനെ സാന്ദ്ര ഒരു പണി ഒപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിലെ ബുദ്ധി ആരെന്ന് മനസ്സിലാക്കാനുള്ള ഇതൊക്കെ എനിക്കുണ്ട്. അതറിയാലോ, ഞാൻ ഒന്നുമില്ലല്ലോ പോലീസ് ഓഫീസർ അല്ലേ എന്ന് ചോദിക്കുകയാണ്. പിങ്കി ഒന്നും ഞെട്ടി. അതുകൊണ്ട് കൂടുതൽ സാന്ദ്രയായിട്ട് അടുപ്പമൊന്നും വേണ്ട കേട്ടോ. ഒരു പക്ഷേ ആ അടുപ്പമുള്ളവരും കൂടെ മിക്കവാറും അകത്ത് പോയി കിടക്കുമെന്ന് പറഞ്ഞിട്ട് ഗൗതം അങ്ങോട്ട് പോവാണ്. പിങ്കിക്കാണ് എന്ത് ചെയ്യണം എന്നറിയത്തില്ലാതെ ഗൗതം അകത്തേക്ക് മഹേശ്വരൻ ചോദിച്ചു, എന്തൊക്കെയുണ്ട് മോനെ വിശേഷങ്ങൾ, പോയിട്ട് എന്തായ കാര്യങ്ങൾ എന്നൊക്കെ ചോദിക്കുകയാണ്. പിന്നീട് എല്ലാ കാര്യങ്ങളും ഓക്കെ അച്ഛാ, ഇനിയിപ്പോൾ പേടിക്കണ്ട, അവർ നോക്കിക്കോളൂ എന്ന് പറയണം. പിന്നെ ലക്ഷ്മി ചോദിച്ചു, മടുത്തില്ലേ മോനെ ഞാനുള്ള ചായ കൊണ്ടുപോട്ടെ എന്ന് പറയണം. കൊണ്ടുപോകാമേ, പുറത്തെ ഫുഡൊക്കെ അല്ലായിരുന്നോ, അതുകൊണ്ട് ഒന്നും സുഖമായില്ലെന്ന് പറയണം. അല്ല നന്ദ എന്തെന്ന് ചോദിക്കുകയാണ്. ഈ സമയത്ത് മോഹിനി പറഞ്ഞു, നന്ദയാ അവൾ എവിടെ എവിടെയും കാണും, ആ മുറിക്കകത്ത് എവിടെയും ഇരിപ്പുണ്ടായിരിക്കും എന്ന് പറയാണ്. അങ്ങനെ ഗൗതം അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേനും നന്ദേനെ കാണുന്നില്ല. ഇവിടെ എവിടെ പോയി കാണുന്നില്ല എന്ന് ഓർക്കുവാണ്. പിന്നീട് നോക്കി കഴിയുമ്പോഴത്തേനും പുറത്ത് നന്ദ നിൽക്കുന്നുണ്ട്. ഇതെന്താ പറ്റി ഇവള് പുറത്ത് വന്ന് നിൽക്കുന്നേ എന്താന്നൊക്കെ ഓർത്തോണ്ട് ഗൗതം അങ്ങോട്ട് ചെല്ലുവാണ്. എന്താ നീ പുറത്ത് വന്ന് നിൽക്കണേ നിൽക്കണേ? ഒന്നുമില്ലെന്ന് പറയണേ. എന്താ നിന്റെ മുഖത്തൊരു മ്ലാനത, ഞാൻ 2-3 ദിവസമായിട്ട് എന്നെ കണ്ടൊരു മൈൻഡ് ഇല്ലാത്ത എന്നാന്ന് ചോദിക്കുകയാണ്. അങ്ങനെയൊന്നുമില്ല, യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ചോദിക്കോ. ഇപ്പോഴെങ്കിലും ചോദിച്ചല്ലോ, ഭാഗ്യം എന്നറിയണം. അപ്പൊ എന്നെ കാണാതിരുന്നാലും നിനക്ക് വിഷമമൊന്നുമില്ല അല്ലേന്ന് ചോദിക്കണം. പിന്നെ അങ്ങനെ പറയരുത്, ഗൗതം സാറിനെ കാണാതിരുന്ന പിന്നെ എനിക്ക് വിഷമമില്ലാതിരിക്കുമെന്ന് ചോദിക്കുകയാണ്. അല്ല ഇവിടെ എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിക്കുകയാണ്. പിന്നീട് നന്ദ പറഞ്ഞു, ഇവിടെ അല്ലേ വിശേഷങ്ങള്, ഞങ്ങൾ ചെമ്പമ്മയുടെ എസ്റ്റേറ്റ് ഒക്കെ ഒന്ന് കാണാൻ പോയിട്ടുണ്ടായിരുന്നു. എസ്റ്റേറ്റ് കാണാൻ പോയി, അതെന്തിനാ? അതൊന്നും പറയണ്ട. ഇവിടെയാണെങ്കിൽ പിങ്കി കണക്കുകളൊക്കെ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ അതിനകത്ത് കുറച്ച് പ്രശ്നങ്ങളൊക്കെ കണ്ടു. അതിന്റെ പേരിൽ ആ ചെമ്പമ്മയുടെ എസ്റ്റേറ്റ് ഒന്ന് കാണാൻ വേണ്ടി പോയതാ. അപ്പൊ അവിടെ എന്തൊക്കെയോ തിരിമറികൾ നടന്നിട്ടുണ്ടെന്നാണ് പിങ്കി പറയുന്നത്. അപ്പൊ ഒന്നൊന്ന് ബോധ്യപ്പെടുത്തണമല്ലോ. അപ്പൊ അച്ഛന് കള്ളത്തരങ്ങൾ കാണിച്ചിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അച്ഛന് നിരപരാധിത്വം ബോധ്യപ്പെടുത്താൻ വേണ്ടി പോയതാന്ന് പറയാം. എന്നിട്ട് എന്താ കണ്ടുപിടിച്ചോന്ന് ചോദിക്കും വല്ലതും.
ഈ കണ്ടുപിടിച്ചോന്ന് അറിയത്തില്ല. അതിനെക്കുറിച്ചൊന്നും പിങ്കി ഇതിലായിട്ടും പറഞ്ഞില്ലെന്ന് പറയണം. നന്നായി, ഞാനും കൂടെ വേണ്ടായിരുന്നു പറയണം. ഈ സമയത്ത് നന്ദ പറഞ്ഞു ശരിയാണ്, സാറും കൂടെ ഉണ്ട് വേണ്ടായിരുന്നു പറയാണ്. പിന്നീട് അവിടെ ചെന്ന് ബാലാജിയെ കണ്ട കാര്യങ്ങളൊക്കെ പറയാണ്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗൗതം പറഞ്ഞു, നന്ദേ നിന്നോട് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ പോയിട്ട് ഓരോന്നിനും പോയി ചാടരുതെന്ന്. നിനക്കറിയാവുന്ന കാര്യമാണല്ലോ. ഇതുപോലെ ഓരോ പൊല്ലാപ്പുകളൊക്കെ ഒപ്പിച്ചു വെക്കും. പിന്നെ ഇതിന്റെ പുറകെ പോയി തൂങ്ങേണ്ട ഞാനാ. അറിയാലോ, നിനക്ക് വിക്രത്തിനെ അറിയാലോ. ആ വിക്രത്തിന്റെ പിടിയിൽ നിന്നെ എങ്ങനെ രക്ഷിച്ചതെന്നും എനിക്കറിയാം. സാറേ അതൊന്നും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒരു പെൺകുട്ടിക്ക് അങ്ങനെ ഒരു ആപത്ത് വന്നു കഴിയുമ്പോൾ സഹായിക്കണ്ടേന്ന് ചോദിക്കും. സഹായിച്ചോ, അതിനൊന്നും കുഴപ്പമില്ല, നിനക്ക് ഇച്ചിരി തൻ്റെ ഇടം കൂടുതലാന്ന് എനിക്കറിയാം. നീ ആ വിനയ സാറിന്റെ മോളല്ലേ, അപ്പൊ അതേ ഗുണം തന്നെയല്ലേ കാണിക്കുള്ളൂ എന്ന് ചോദിക്കാം. അത് പിന്നെ അങ്ങനെ അല്ലാതെ ഇരിക്കുവോ? എൻ്റെ അച്ഛൻ്റെ മോളാ ഞാനിത്. എനിക്ക് ആരുടെയും വിഷമം കണ്ടുകൊണ്ട് നിൽക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ എങ്ങനെ ചെയ്തതെന്ന് പറയാണ്. പിന്നീട് നന്ദയെ ചേർത്ത് പിടിച്ച് മുറിയിലേക്ക് പോവാണ് ഗൗതം. ഈ സമയത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിങ്കിയുടെ ഉള്ള തീയായിരുന്നു എരിഞ്ഞുകൊണ്ടിരുന്നത്. നന്ദയ്ക്കൊരു പണി കൊടുക്കാൻ നോക്കിയതാ, പക്ഷെ അതങ്ങോട്ട് ഏറ്റില്ല. അപ്പം ഇനി എന്ത് ചെയ്യും? എങ്ങനെയായാലും അടുത്തൊരു പണി കൊടുത്തേ മതിയാവുള്ളൂ എന്നാണെങ്കിൽ അവൾ എന്തിനു വേണ്ടിയായിരിക്കും അവിടെ മറിഞ്ഞ് അവൻ്റെ ഒപ്പം ഇതിൻ്റെ ഒപ്പം പോയത്? പനിയാന്ന് പറഞ്ഞ് കള്ളത്തരം പറഞ്ഞു കിടന്നേ. എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവാതിരിക്കില്ല. അതെന്താണെന്ന് കണ്ടുപിടിക്കണം. എന്നാൽ മാത്രമേ അവളെ തകർക്കാനുള്ള പ്ലാൻ ഇനി കിട്ടത്തുള്ളൂ. അങ്ങനെ പല ചിന്തകളുമായിട്ട് പിങ്കി ഇരിക്കുമായിരുന്നു. ഈ സമയത്ത് മോഹിനി എങ്ങോട്ട് വരുന്നേ. മോഹിനി വെച്ച് എന്തായി മോളെ കാര്യങ്ങൾ? ഗൗതമിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞെന്ന് ചോദിക്കണം. പറഞ്ഞിട്ടൊന്നും ഏറ്റില്ല. എന്ത് പറ്റി? അതെങ്ങനെ? നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിശ്വസിക്കുമല്ല. ഭാര്യനെയല്ലേ ഭയങ്കര വിശ്വാസം. അനുഭവത്തിൽ വരും പഠിച്ചോളൂ എന്ന് പറയാണ്. മോഹിനി പറഞ്ഞു, മോൾ ഇനി കൂടുതലൊന്നും പറയാൻ പോകണ്ട. അവൻ അനുഭവം കിട്ടിക്കുമ്പോഴത്തേനും അവൻ പഠിച്ചോളും. അവന്റെ ഭാര്യ ഏതാണ്ട് വലിയ സംഭവമാണെന്ന് പറഞ്ഞില്ലേ, അവൻ ഇരിക്കണേന്ന് പറയാണ്. പിന്നീട് കാണിക്കുന്ന മഹേശ്വരനും പിങ്കിയും ലക്ഷ്മിയമ്മ ഇങ്ങനെ മോഹിനി സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഈ സമയത്താണ് നന്ദ അങ്ങോട്ട് വരുന്നത്. ആ നന്ദനെ കണ്ടപ്പോഴത്തേനും മഹേശ്വരൻ പറഞ്ഞു, വന്നല്ലോ, ഇനിയിപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നു പറയാൻ പറ്റില്ല. എല്ലാവർക്കും ചെമ്പമ്മേളിലേക്ക് പോകണമെന്നും പറഞ്ഞായിരുന്നു. ഭയങ്കര ശുഷ്കാന്തി. പോയി കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും സമാധാനമായല്ലോ. അവിടെ ഏതാണ്ട് കണ്ടുപിടിക്കാനുണ്ട് എൻ്റെ എന്തൊക്കെയോ കള്ളത്തരങ്ങൾ. എന്നിട്ട് കള്ളത്തരങ്ങൾ കണ്ടുപിടിച്ചോന്ന് ചോദിക്കുകയാണ്. അപ്പത്തിനും നന്ദ പറഞ്ഞു, അച്ഛാ കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കാനല്ല, അച്ഛൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി പോയതല്ലേ എന്ന് ചോദിക്കും. അല്ല പോയത് പോട്ടെ, പോയത് ട്രിപ്പായിട്ട് എല്ലാവർക്കും കൂട്ടാം. പിന്നെ അവിടെ പോയിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? അവിടെ പോയി ആ സ്ഥലങ്ങളൊക്കെ കണ്ട് നല്ല സന്തോഷത്തോടെ തിരിച്ചു വരാനുള്ളതിന് അവിടെ പോയിട്ട് ഇല്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി. അതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു ചോദിക്കുകയാണ്. നന്ദയ്ക്ക് മനസ്സിലായി അച്ഛന് താൻ അവിടെ പോയത് ഇഷ്ടപ്പെടില്ല, അല്ലെങ്കിൽ താൻ ആ പുറത്ത് മിഥുനോടൊപ്പം കറങ്ങിയത് ഇഷ്ടപ്പെട്ടില്ലെന്ന്. അല്ലാതെ എങ്ങനെയാ? ചിലരൊക്കെ അങ്ങോട്ട് പോയത് ആസ്വദിക്കാൻ പോയതല്ലായിരുന്നു, കണ്ടവന്റെ ബൈക്കിന് പുറകെ നാട് നീളെ ചുറ്റിയടിക്കാനായിട്ട് ഇന്ത്യവരത്തിന് മാനം കളയാൻ വേണ്ടി പോയതല്ലെന്ന് പറയും. ഇത് കേട്ടതും പിങ്കിയുടെയും മോഹിനിയുടെയും മനസ്സിൽ ലഡു വെട്ടിക്കൊള്ള അസലായിട്ടുണ്ട്. അച്ഛൻ പറയുന്ന അല്ല വെല്ലിച്ചൻ പറയുന്ന കൊള്ളാന്ന് പിങ്കി മനസ്സിൽ വിചാരിക്കണം. നന്ദയുടെ മുഖം അങ്ങ് മാറി. അപ്പം നന്ദ പറഞ്ഞു, അച്ഛൻ എന്തറിഞ്ഞിട്ടേ പറയണേ? ഞാൻ മിഥുന്റെ ബൈക്കിന്റെ പുറകെ കയറിയത് എന്തിനാണെന്നറിയാവോ? ഞാൻ അവന്റെ വീട് വരെ പോയതെന്നറിയാം. അതിന് മാത്രമാണോ നന്ദ നീ പോയെന്ന് ചോദിക്കുകയാണ്. നന്ദയ്ക്ക് ഉത്തരം മുട്ടി. അപ്പം നന്ദയ്ക്ക് മനസ്സിലായി ഇനിയിപ്പോൾ അവരെന്തെങ്കിലും വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരിക്കുമോ താൻ അവിടെ ചെന്നുള്ള കാര്യം. അങ്ങനെ വരാൻ വഴിയില്ല, അങ്ങനെ പറയാനും വഴിയില്ല. പിന്നീട് മഹേശ്വരൻ പറഞ്ഞു, ഇനിയിപ്പോൾ ഇതിന്റെ പേരിൽ എന്താ വരുന്നതെന്ന് അറിയത്തില്ല, ഗൗതമനോട് പറഞ്ഞേരെ. ഇനിയിപ്പോൾ നിന്നെ സംരക്ഷിക്കാനായിട്ട് അവനല്ലേ പറ്റുള്ളൂ. നിന്നെ കെട്ടിയത് മുതൽ അവന് കുരിശായിട്ട് വരുവാണല്ലോ. ഒന്നല്ലെങ്കിൽ ഒന്നേ മാറി ഓരോ പ്രശ്നങ്ങൾ അവൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമല്ലോ എന്ന് പറയണേ. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ നന്ദയ്ക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു. നന്ദ ഒന്നും വിടാതെ അങ്ങോട്ട് ഇറങ്ങി പോവാണ്. നന്ദയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. ഒന്ന് വിളിച്ചു നോക്കിയാലോ, സുജാത ആന്റിയുടെ ഫോണിലേക്ക് ഒന്ന് വിളിച്ചു നോക്കിയാലോ. ഗാഥ വന്നോന്നറിയാം കോളേജ് വിട്ട്, എന്ത് സംഭവിച്ചെന്ന് അറിയത്തില്ല. വിളിക്കാതിട്ട് നന്ദയ്ക്കൊരു അസ്വസ്ഥ. ഒന്ന് വിളിച്ചു നോക്കാന്ന് ഓർത്തുന്നത് നന്ദ എങ്ങനെ സുജാതന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. ഈ സമയത്താണ് അങ്ങോട്ട് ഗൗതം ഇറങ്ങി വരുന്നത്. ഗൗതം ചോദിച്ചു, നന്ദ നീ ആരെയെ വിളിക്കണേന്ന് ചോദിക്കുകയാണ്. അല്ല അത് ഗൗതം സാർ ഞാൻ, നീ ആരെയാണെങ്കിലും ഇപ്പം വിളിക്കണേ, ഇങ്ങോട്ട് കയറി വരാൻ പറയണം. പ്ലീസ് ഗൗതം സാർ, ഒരു അർജന്റ് കോളാണ്, ഞാനൊന്ന് വിളിച്ചിട്ട് ഇപ്പം തന്നെ കയറി വരാമെന്ന് പറയാണ്. അപ്പം ഗൗതത്തിന് മനസ്സിലായി ഇവള് വേറെ എന്തൊക്കെയോ പിന്നെ ഊടായ്പ വെക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവളിങ്ങനെ മാറി ഇന്ന് സംസാരിക്കുന്നത്. ഇവളുടെ ഉള്ളിൽ വേറെ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. നന്ദയ്ക്കാണ് ഗൗതമിനോട് ഈ കാര്യം പറയാനും പറ്റില്ല. ഇതും പറഞ്ഞ കാര്യങ്ങൾ അതൊരു പക്ഷെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൗതം സാർ ഏത് സെൻസിലെടുക്കുമെന്ന് അറിയത്തില്ല. തൻ്റെ അച്ഛനെ സംശയിക്കുന്ന അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അത് സഹിക്കില്ല. അത് വേണ്ട, സത്യങ്ങളൊക്കെ കണ്ടുപിടിച്ചതിന് ശേഷം മാത്രം അറിയിച്ചാൽ മതി. അല്ലെങ്കിൽ പിന്നെ അത് സാറിന് ബുദ്ധിമുട്ടാവും. അങ്ങനെ നന്ദ ആ ഒരു തീരുമാനമൊക്കെ എടുക്കുകയാണ്. അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പ്രമോ വിശേഷം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞ കേട്ടോ. ഇതിൻ്റെ ഫുൾ വിശേഷം വരുന്ന സമയത്ത് തന്നെ അതും കൂടെ കൂട്ടി ഞാൻ അപ്ലോഡ് ചെയ്യട്ടോ. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.